പ്രതിഭകൾ ലോകം കീഴടക്കുന്നു. ആരും പ്രതീക്ഷിക്കാതെ IPL-ൽ ഒരു മാസ് എൻട്രി നടത്തിയിരിക്കുകയാണ് മലയാളിയായ വിഘ്നേഷ് പുത്തൂർ. മുംബൈ ഇന്ത്യൻസിനായി അരങ്ങേറിയ വിഘ്നേഷ് ചെന്നൈയുടെ 3 വിക്കറ്റുകൾ പിഴുത് വരവറിയിച്ചു. MA ബിരുദധാരിയായ മലയാളി, കേരള സീനിയർ ടീമിൽ പോലും ഇടം നേടിയിട്ടില്ലാത്ത വിഘ്നേഷ് പുത്തൂർ എന്ന ഈ പെരിന്തൽമണ്ണക്കാരനെ ഇറക്കി IPL-ൽ മുംബൈ ഇന്ത്യൻസ് ഒരു പരീക്ഷണത്തിന് തയ്യാറാവുന്നു. അതും സാക്ഷാൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് പ്ലെയറായി. മറുപുറത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണെന്നത് കൂടി ഓർക്കണം. പക്ഷേ ഗ്രൗണ്ടിലെത്തിയ വിഘ്നേഷ് അരങ്ങേറ്റത്തിൻ്റെ തെല്ലു പതർച്ചയില്ലാതെ ശരിക്കും ഇമ്പാക്റ്റ് കാണിച്ചു. ലഭിച്ച അവസരം ഫലപ്രദമായി വിനിയോഗിച്ച 24-കാരന് 4 ഓവറിൽ 32 റൺസ് വഴങ്ങി ചെന്നൈയുടെ പ്രബലമായ 3 പേരെ പുറത്താക്കി. മത്സരത്തിനിടെ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയും മത്സരാനന്തരം മറ്റു പലരും വിഘ്നേഷിനെ പ്രശംസകൾ കൊണ്ട് മൂടി. ഡ്രസ്സിംഗ് റൂമിലെത്തിയ മുംബൈ ടീം ഉടമ നിത അംബാനിയും വിഘ്നേഷിന് പ്രത്യേക ആദരം നൽകി. ക്രിക്കറ്റിൽ വളരെ അപൂർവമായി മാത്രം കാണാറുള്ള ചൈനാമെൻ ബൗളറാണ് വിഘ്നേഷ്. കൈക്കുഴ കൊണ്ട് പന്തെറിയുന്ന ഇടംകയ്യൻ ലെഗ് സ്പിന്നർമാരെയാണ് ചൈനാമെൻ അഥവാ അൺഓർത്തഡോക്സ് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ എന്ന് വിളിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ടീമിലുള്ള കുൽദീപ് യാദവും ചൈനാമെൻ ബൗളറാണ്. ഇപ്പറഞ്ഞ ചൈനാമെൻ ബൗളർമാരെ നേരിടാൻ ബാറ്റ്സ്മാൻമാർക്ക് അത്ര എളുപ്പമല്ല. ഈ പ്രത്യേകത തന്നെയാണ് മറ്റൊന്നും നോക്കാതെ 30 ലക്ഷം രൂപ എറിഞ്ഞ് വിഘ്നേഷിനെ ലേലത്തിൽ പിടിക്കാൻ മുംബൈയെ പ്രേരിപ്പിച്ചത്. ഇന്ത്യൻ ടീമിന്റെ വാതിലുകൾ തള്ളിത്തുറക്കാൻ ഒരു മികച്ച IPL സീസൺ തന്നെ ധാരാളമാണ്. ചങ്കുറപ്പിന്റെ കാര്യത്തിലും വിഘ്നേഷ് മുന്നിലാണെന്ന് സംശയമില്ലാതെ പറയാം. 5 തവണ IPL കിരീടം ചൂടിയ ചെന്നൈ ടീമിന്റെ സ്വന്തം മടയിൽ വെച്ച് ഇതുപോലൊരു ചാമ്പ്യൻസ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ദുർബലന്മാർക്ക് സാധ്യമല്ല. ഹൈദരാബാദിലെ ഓട്ടോ ഡ്രൈവറുടെ മകനായ സിറാജ് ഇന്ത്യൻ ടീമിന്റെ മുൻനിര ബൗളറായി. സേലം നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ കൂലിപ്പണിക്കാരനായ പിതാവിന് ജനിച്ച നടരാജനും നമുക്ക് പ്രിയപ്പെട്ടവനായി. അടുത്ത ഊഴം വിഘ്നേഷിൻ്റെതാണ്. മലപ്പുറം സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുടെ മകൻ വിഘ്നേഷ് ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രിയങ്കരനാവുന്ന ദിവസങ്ങൾ വരട്ടെ. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. വിഘ്നേഷിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാം.